കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ സിറ്റി സ്വദേശിയായിട്ടുള്ളൊരു വയോധികയ്ക്ക് 1.5 കോടി രൂപ ഡിജിറ്റൽ അറസ്റ്റിലൂടെ നഷ്ടമായത്. അന്ന് തട്ടിപ്പ് സംഘം ഇവരെ ഏതാണ്ട് ഒരു മാസത്തോളമാണ് അവരുടെ വലയിൽ നിർത്തിയത്. അന്ന് ഈ യെസ് ബാങ്കിൻ്റെ ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടൽ കാരണമാണ് കൂടുതൽ തുക നഷ്ടപ്പെടാതെ അത് പോലീസിൽ അറിയിക്കാൻ സാധിച്ചത്. അപ്പോൾ യെസ് ബാങ്കിലെ അന്നത്തെ ജീവനക്കാർ ഇത് കണ്ടുപിടിച്ച ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്. 77 90 വയസ്സിനുള്ള ആളുകളാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഇവരിവിടെ വന്നത് ഇവരൊരു വാണിജ്യ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഫണ്ടിനെ കുറച്ച് നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് അയക്കണം എന്നുള്ള രീതിയിലാണ് ഇവിടെ വന്നത് ആദ്യം. പൊതുവേ ഇവർ FD വെച്ചിട്ട് ആണ് ഇവർ നിൽക്കുന്നത്. ഇന്ന് ഇത്രയും കാലമായിട്ട് 10-15 അല്ലേ 16 ഓപ്പൺ ചെയ്ത FD ഇതുവരെയായിട്ട് അവർ ബ്രേക്ക് ചെയ്യില്ല. 10 വർഷത്തോളം ഈ FD ഇവിടെ ഉണ്ട്. അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒന്നൊരു ബ്രേക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു ആദ്യം. അപ്പോൾ ആ സംശയത്തിൻ്റെ ബേസിൽ ഈ ഫണ്ട് പോയ ബാങ്കിൽ ഞങ്ങൾ വെറുതെ ഒന്ന് വിളിച്ച് വെരിഫൈ ചെയ്തായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് മാത്രമല്ല മറ്റു പല ബാങ്കുകളിൽ നിന്നായിട്ട് അവിടെ ഒരു 59 ലക്ഷത്തിൻ്റെ മുകളിൽ എമൗണ്ട് ആ ഒരു പർട്ടിക്കുലർ സമയത്ത് അവിടെ വന്ന് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ ചെക്ക് ചെയ്ത് 3-ാമത്തെ ദിവസം ഈ ഫണ്ട് ഞങ്ങളുടെ തന്നെ മറ്റൊരു ബ്രാഞ്ചിലേക്ക് വരുന്നതായിട്ട് ഒരു കറണ്ട് അക്കൗണ്ടിലേക്ക് വന്നതായിട്ട് ഞങ്ങൾ കണ്ടു. പിന്നീട് ഒരു പോലീസ് കംപ്ലയിൻ്റ് അതിലേക്ക് വന്നു. നമ്മുടെ ബാങ്കിൻ്റെ ഒരു ഇൻറ്റേർണൽ സർക്കിൾ അനുസരിച്ചിട്ട് സസ്പീഷ്യസ് ഫീൽ ചെയ്ത ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും. നമ്മളെ ടീം അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം ഇവർ സ്വർണം ഏകദേശം 50 ലക്ഷത്തിൻ്റെ മുകളിൽ സ്വർണം ഇവർ വിറ്റിട്ട് നമ്മുടെ ബാങ്കിലേക്ക് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് 6 RTGS ചെയ്യാനുണ്ട്. അതും ഈ പറഞ്ഞ അക്കൗണ്ടുകളൊന്നുമല്ല, വേറെ ഏതെല്ലാം അക്കൗണ്ട് ബോംബെ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലുള്ള അക്കൗണ്ടുകളാണ് അധികം കണ്ടത്. അതിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കത് ഉറപ്പായത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇവരോട് പറഞ്ഞു, സാറേ ഇത് നെഗറ്റീവായിട്ടുള്ള സംഭവമാണ്, ഇതൊരു ഫ്രോഡാണ്. പക്ഷേ കസ്റ്റമർ എപ്പോഴും അത് ഉൾക്കൊള്ളുന്നില്ല. കാരണം കസ്റ്റമർ എന്തോ നമുക്ക് മനസ്സിലാക്കിയൊരു സൈക്കോളജിക്കലി ഈ പുള്ളീനെ അവർ കീഴ്പ്പെടുത്തിയ പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഞാൻ ഇവിടെ സൈബർ സെല്ലിലെ നമ്മുടെ ഒരു മഹേഷ് സാറുണ്ട്. അപ്പോൾ പുള്ളിക്കാരനെ ഓൺ ദ സ്പോട്ട് വിളിച്ചു. പുള്ളീനെ നമ്മളെ ക്യാബിനിൽ കൊണ്ടുവന്നിട്ട് ഇരുത്തി സംസാരിച്ചു. അപ്പോൾ പുള്ളി ആദ്യം വിശ്വസിച്ചില്ല. കാരണം ഇതാണോ പോലീസ് അതാണോ പോലീസ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇരുന്നത്. പക്ഷെ പിന്നീട് കാര്യങ്ങളൊക്കെ നമ്മുടെ പോലീസും നമ്മളൊക്കെ സംസാരിച്ച് ബോധിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് കസ്റ്റമർ കേസുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് ചെയ്തത്. എന്തായാലും ഈ ജീവനക്കാരുടെ ഇടപെടലിനെ നമുക്ക് അഭിനന്ദിക്കാം. ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങൾ എല്ലാ ദിവസവും പല കോണുകളിൽ ആളുകളെ ബന്ധപ്പെടുന്നുണ്ട്. എന്തായാലും ആളുകൾ ജാഗ്രതയോടെ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. കണ്ണൂരിൽ നിന്നും അജീഷ് ജയകുമാർ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.